ഒരു സസ്പെൻസ് ത്രില്ലർ പോലെ അപ്രതീക്ഷിത നീക്കങ്ങൾ. മിഠായി തെരുവിൽ എത്തി ഹലുവ വാങ്ങിക്കഴിച്ച് സെൽഫി എടുത്ത് കടക്കാരോട് കുശലം ചോദിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിറഞ്ഞു നിന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ അല്പസമയത്തിനകം സെമിനാർ ആരംഭിക്കാൻ പോകുന്നു. SFI പ്രതിഷേധിക്കുമോ, ഗവർണറെ തടയുമോ? മുൾമുനയിലാണ് ക്യാമ്പസ് ഉള്ളത്. അപ്രതീക്ഷിതമായ നീക്കങ്ങൾക്കാണ് ഇന്ന് കോഴിക്കോടിന്റെ നഗരഹൃദയം സാക്ഷ്യം വഹിച്ചത്. എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏവരും കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുകയാണ്. അതിന് തിരിയിട്ടുകൊണ്ടാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രയാണം കോഴിക്കോട് നഗരം കണ്ടത്. I have no problem. No, don't stop anybody. Don't stop anybody. പ്രകാശുണ്ട് വിവരങ്ങൾ നൽകാൻ. ജയപ്രകാശ്, അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. പല സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ ഈ ഗവർണർ സർക്കാർ പോര് തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗവർണർ പല പടി കയറി പോകുന്നു. ഇതൊരു വിഷയമായി ഏറ്റെടുത്തുകൊണ്ട്, വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് SFIക്ക് മുൻപാകെ പോകുന്ന കാഴ്ച, അതിന് ജനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിലൂടെ സമാനതകളില്ലാത്ത കാഴ്ചയ്ക്കും വേദിയാവുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇനിയുള്ള അടുത്ത നിമിഷങ്ങളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് JP? കാലിക്കറ്റ് സർവകലാശാലയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFIയുടെ പ്രസ്താവനയ്ക്ക് പിറകെയാണ് SFIയെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ക്യാമ്പസ് വാസം തുടങ്ങിയത്. അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഓരോ നിമിഷവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയായിരുന്നു ഇവിടെ നടന്നത് എന്ന് പറയാം. ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ SFI പ്രതിഷേധം തുടങ്ങി. എന്നാൽ SFIയുടെ പ്രതിഷേധത്തിന് പുല്ലുവില കൽപ്പിക്കാതെ ഗവർണർ ഇവിടെ ക്യാമ്പസിലൂടെ നടക്കുന്നതും ബാനർ എടുത്തുമാറ്റാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നതും ഉൾപ്പെടെ ഒരു ഗവർണറും ഒരുപക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വഴികളിലൂടെയാണ്, പോകാത്ത വഴികളിലൂടെയാണ് മുഹമ്മദ് ആരിഫ് ഖാൻ പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്നത് ഒരുപക്ഷെ അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, ഗവർണർ ഇവിടെ എത്തിയത് തന്നെ ഇവിടുത്തെ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. സനാതന ധർമ്മപീഠവും ഒപ്പം തന്നെ ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 3:30 എന്നാണ് ഈ പരിപാടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. 4 മണിയോടുകൂടിയായിരിക്കും ഗവർണർ ഇവിടെ നിന്ന്, ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് ഗസ്റ്റ് ഹൌസ് ആണ്. ഈ ഗസ്റ്റ് ഹൌസിലാണ് ഇത്രയും നാൾ, അതായത് 3 നാൾ ഗവർണർ താമസിച്ചത്. ഇവിടെ നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാത്രം ദൂരമാണ് അങ്ങോട്ട് ആ സെമിനാർ ഹാളിലേക്ക് ഉള്ളത്. ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ആളുകൾ, അതായത് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിനുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ വരണം എന്നവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. പ്രത്യേക പാസ് നൽകിയാണ് ആളുകളെ ഈ സെമിനാർ ഹാളിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. SFI ഒരുപക്ഷെ ഇതിനിടയിൽ നുഴഞ്ഞു കയറി കരിങ്കൊടി പ്രതിഷേധം നടത്താനുള്ള ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള സുരക്ഷ, പൂർണ്ണമായും ശാരീരിക പരിശോധനകൾക്ക് ശേഷമാണ് ഓരോരുത്തരെയും ഈ സെമിനാർ ഹാളിലേക്ക് കടത്തിവിടുന്നത്. പ്രധാന കവാടമാണ് നമുക്ക് അങ്ങ് ദൂരെ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ ഒരു പോലീസ് നിര തന്നെ അവിടെ ഉണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ക്യാമ്പസിലേക്ക് കയറുന്ന ഓരോ വഴികളിലും ഇതിന് സമാനമാണ് കാഴ്ച. SFI പ്രതിഷേധത്തിലെത്തുകയാണെങ്കിൽ അവരെ തടയാൻ ഉള്ള അത്രയും പോലീസിനെ ഓരോ ഭാഗത്തും വിന്യസിച്ചിട്ടുണ്ട്. 2000-ലധികം പോലീസാണ് സുരക്ഷയ്ക്ക് ഉള്ളത്. എന്തായാലും ഇപ്പോൾ അല്പം മുൻപ് കോഴിക്കോട് പോയി ഗവർണർ തിരിച്ചു വരുമ്പോൾ ഒരു കരിങ്കടി പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് പോലീസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ആ പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മുതൽ ഇതുവരെയും SFIക്കാർ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ക്യാമ്പസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. ക്യാമ്പസിനകത്തെ പരിപാടിയിൽ ഗവർണറെ പങ്കെടുപ്പിക്കില്ല എന്നുള്ള പ്രസ്താവന, അവരുടെ ഒരു മുന്നറിയിപ്പ്, ആ മുന്നറിയിപ്പ് പാലിക്കുന്നതുപോലെ ഇനിയുള്ള നിമിഷങ്ങൾ ഓരോന്നും ഏറെ നിർണായകമാണ്. കാരണം മധുര പ്രതികാരമാണ് ഗവർണർ കോഴിക്കോട് മണ്ണിൽ SFIക്ക് മുൻപാകെ കാട്ടിയിരിക്കുന്നത്. ഹൽവ നുണഞ്ഞുകൊണ്ട് കടകളിലേക്ക് എത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തുന്നു. സമാനതകൾ ഇല്ലാത്ത രീതിയിൽ ഉള്ള പ്രതികരണം, അത് SFI വെല്ലുവിളി ഉയർത്തുമ്പോൾ തിരിച്ചും
കാണിച്ചു നൽകാം എന്ന രീതിയിൽ തലയുയർത്തി ഇങ്ങനെ കോഴിക്കോടൻ മണ്ണിലൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും അത് അടയാളപ്പെടുത്തുന്നതും അത് സൂചന നൽകുന്നതും ഒക്കെ തന്നെ പല അർത്ഥതലങ്ങൾ കൂടിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.